ഗോവയിലും മണിപ്പൂരിലും ബി.ജെ.പി. സർക്കാർ ഉണ്ടാക്കിയത് സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മയായിരുന്നു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് ഇരു സംസ്ഥാനങ്ങളിലെയും ഗവർണർമാർ ലംഘിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു. ഗവർണർക്കെതിരെയുള്ള ആരോപണം രേഖയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വിയുടെ ആവശ്യം പരിശോധിക്കുമെന്ന് ഡെപ്യൂട്ടി ചെയർമാൻ പി.ജെ. കുര്യൻ വ്യക്തമാക്കി. ജെ.എൻ.യുവിലെ ദളിത് ഗവേഷണ വിദ്യാർത്ഥി ജെ. മുത്തുകൃഷ്ണൻ ആത്മഹത്യ ചെയ്ത സംഭവം കോൺഗ്രസ് നേതാവ് പി.എൽ. പുനിയയും CPI നേതാവ് ഡി. രാജയും CPM നേതാവ് സീതാറാം യെച്ചൂരിയും രാജ്യസഭയിൽ ഉന്നയിച്ചു. ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷാണ് ഈ പ്രശ്നം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ RSS നേതാവ് കൊലവിളി നടത്തിയ സംഭവം CPM അംഗം കെ രാഗേഷ് സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായി ലോക്സഭയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡെസ്കിലടിച്ചാണ് NDA അംഗങ്ങൾ സ്വാഗതം ചെയ്തത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.